നമ്മുടെ എല്ലാവരുടെ ശരീരത്തില് ക്യാൻസർ കോശങ്ങളുണ്ട്. ആ ഒരു കോശങ്ങൾ അത്ര അപകടകരമല്ല. കാരണം എല്ലാവരുടെ ശരീരത്തിലുണ്ട്. നമുക്ക് ബിലിറൂബിന്റെ ഒരളവ് എല്ലാവരുടെ ശരീരത്തിലുള്ളതുപോലെ തന്നെ. അതുപോലെ നമ്മുടെ ഈ ശരീരത്ത് ഉണ്ടാവുന്ന നമുക്ക് അതായത് പ്രതിരോധ ശേഷി നമുക്ക് ജന്മന ഉണ്ടാവും. ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലും പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പൊ ഈ ക്യാൻസർ കോശങ്ങളെ ഇത്ര സമയമെടുത്ത് നമുക്ക് തന്നെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഈ പറഞ്ഞ രീതിക്ക് അശാസ്ത്രീയമായ റേഡിയേഷനും ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ എത്ര വേഗത്തിൽ മരണത്തിലേക്ക് തള്ളപ്പെടാമോ അത്രയും വേഗത്തിൽ മരണത്തിലേക്ക് തള്ളപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വാസ്തവമുണ്ടോ? വായിച്ചതിൽ നിന്നാണ് പറഞ്ഞത്. അല്ല, അത് വാസ്തവത്തിലുണ്ട്. അത് ക്യാൻസർ സെല്ലുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു നമ്മുടെ ശരീരത്തിൽ എല്ലാ സംഗതികളും കുറഞ്ഞ അളവിലും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് നമ്മളെ തെറ്റായ ജീവിത രീതിയിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ അത് എന്ത് ചെയ്യും, അപകടകരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറി വരാം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്യാൻസർ എന്ന് പറയുന്നത് രാസമാലിന്യങ്ങളുടെ നിക്ഷേപമാണ് ക്യാൻസർ എന്നാണ് പൊതുവേ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ രാസമാലിന്യങ്ങൾ ശരീരത്തിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരീരം എന്ന് പറയുന്നത് ഒരു അത്ഭുത യന്ത്രമാണ്, എല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അത്ഭുത യന്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കോശവിഭജനം സാധ്യമാകുന്നു, അതാണല്ലോ അപകടകരമാകുന്നു എന്ന് പറയുന്നത്. കോശവിഭജനം സാധ്യമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രോഗം എന്ന് പറയുന്നത് അത് ഇപ്പോൾ ക്യാൻസർ അല്ല, ഏത് തരം രോഗവും എന്ന് പറയുന്നത് ശത്രുവല്ല, മിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരം നമ്മുടെ തെറ്റായ ഭക്ഷണശീലങ്ങളിൽ നിന്നും തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും തെറ്റായ ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ നമുക്ക് വിവിധതരം രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുന്ന ശരീരം എന്ത് ചെയ്യുന്നു, അത് വിവിധ രീതിയിൽ മാനേജ് ചെയ്യും. ആ മാനേജ് ചെയ്യുന്ന രീതി പല ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഈ രാസമാലിന്യം, ശരീരത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഈ രാസമാലിന്യം ശരീരം എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നു. അതായത് കോശ വിഭജനം സാധിച്ചിട്ട് ഈ രാസമാലിന്യങ്ങളെ പലയിടത്തും സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്.